കാടിനു നടുവിൽ 5 കാവുകളിൽ നിന്ന് വരുന്ന 5 അരുവികൾ ചേരുന്ന ഭാഗത്ത് ഒരു പേരാലിന്റെ ചുവട്ടിൽ നിലവിളക്ക് കൊളുത്തി വെച്ചിരിക്കുന്നു. രൂപവും ബിംബവും ഇല്ലാതെ എന്നാൽ എല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ഭഗവതി അവിടെ കുടികൊള്ളുന്നു. എവിടെയാണെന്നോ? എരുമേലി പഞ്ചതീർത്ഥ പരാശക്തി ദേവസ്ഥാനം. പ്ലാച്ചേരിയിൽ നിന്ന് മുക്കട ചെന്നിട്ട് ഇടത്തോട്ട് തിരിഞ്ഞ് ചെറുവള്ളി എസ്റ്റേറ്റിനുള്ളിലൂടെ ഏകദേശം 5½ കിലോമീറ്റർ ചെല്ലുമ്പോൾ പഞ്ചതീർത്ഥ പരാശക്തി ദേവസ്ഥാനം കാണാം. വളരെ നയനമനോഹരമായ സ്ഥലത്ത് പ്രകൃതീശ്വരിയായ ദേവി പരയായി കുടികൊള്ളുന്നു. ഒരു പാലം കയറി മറുവശത്ത് ചെന്ന് മണ്ണ് പുതച്ച് കിടക്കുന്ന ഇടവഴിയിലൂടെ കുറച്ച് മുകളിലേക്ക് നടന്നാൽ പഞ്ചവനത്തിന് താഴെ ഒരു എഴുത്ത് കാണാം. മുകളിൽ എൻ്റെ സ്വാമിയെ കണ്ടതിന് ശേഷം എന്നെ കണ്ടാൽ മതിയെന്ന്. പഞ്ചവനം എന്ന നടയിൽ പടികൾ കയറി മുകളിലെത്തിയാൽ കാനനശാസ്താവും ഗണപതിയും തിരുനീലകണ്ഠ ശനീശ്വരന്റെയും നടകൾ കാണാം. കാനനശാസ്താവിനെയും ദർശിച്ച് പടവുകൾ ഇറങ്ങി വരുമ്പോൾ വലതുവശത്തായി മിലാദസ്വാമിയെ കാണാം. കുചേലനും കൃഷ്ണനും എപ്രകാരമുള്ള ബന്ധമാണോ ഉണ്ടായിരുന്നത്, അതുപോലെ വളരെ പവിത്രമായൊരു ബന്ധമാണ് മണികണ്ഠനും മിലാദനും തമ്മിലുണ്ടായിരുന്നത്. ഗുരുകുല വിദ്യാഭ്യാസത്തിൽ ഒരുമിച്ച് പഠിച്ച് കളിച്ചു വളർന്നവർ, ഊണിലും ഉറക്കത്തിലും എല്ലായ്പ്പോഴും ഒപ്പമുള്ളവർ. ജീവസമാധി പ്രാപിക്കും മുമ്പ് മണികണ്ഠൻ മിലാദസ്വാമിയോട് ഇങ്ങനെ അരുളി: എൻ്റെ സാന്നിധ്യം എവിടെയൊക്കെ ഉണ്ടാകുമോ അവിടെയെല്ലാം നീയും ഉണ്ടാകുമെന്ന്. 18 പടി കയറിപ്പോകുന്ന അയ്യപ്പൻ്റെ പാദപങ്കജങ്ങളിൽ നിന്നുതിർന്നു വീഴുന്ന ധൂളികളെ നോക്കി ആനന്ദാശ്രു പൊഴിക്കുന്ന സങ്കല്പത്തിലുള്ള മിലാദസ്വാമിയെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്.